ഇനി ഉടുമ്പൻചോലയിലേക്ക് വരുമ്പോൾ UDF സ്ഥാനാർത്ഥിയാകാൻ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തുകയാണ്. MM മണി മത്സരത്തിനില്ല എന്നുറപ്പായതോടെയാണ് സീറ്റിനായുള്ള തർക്കങ്ങൾ കോൺഗ്രസിൽ ഇപ്പുറത്ത് സജീവമായത്. സേനാപതി വേണു, ഇബ്രാഹിംകുട്ടി കല്ലാർ, KS അരുൺ എന്നിവരെയാണ് നിലവിൽ മണ്ഡലത്തിൽ പരിഗണിക്കുന്നത്. കഴിഞ്ഞ തവണ UDF 38,000-ലധികം വോട്ടുകൾക്കാണ് ഉടുമ്പൻചോലയിൽ പരാജയപ്പെട്ടത്. 2001 മുതൽക്കിങ്ങോട്ട് ഒരിക്കൽ പോലും UDFന് മണ്ഡലത്തിൽ വിജയിക്കാനായിട്ടില്ല. എന്നിട്ടും ഇത്തവണ സീറ്റിനായി രംഗത്തുള്ളത് നിരവധി പേർ. KPCC വക്താവ് സേനാപതി വേണു, KPCC ജനറൽ സെക്രട്ടറി ഇബ്രാഹിംകുട്ടി കല്ലാർ, യൂത്ത് കോൺഗ്രസ് നേതാവ് അരുൺ KS, MN ഗോപി, ഇങ്ങനെ പോകുന്നു സീറ്റ് മോഹികളുടെ നിര. UDF ബാലികേറാമലയെന്ന് വിലയിരുത്തിയ ഉടുമ്പൻചോലയിലാണ് പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടുന്നത്. മണിയാശാനെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റി നിർത്താൻ CPM ജില്ലാ നേതൃത്വത്തിന് താല്പര്യമില്ലായിരുന്നു. സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തിൽ അണികളും അസംതൃപ്തരാണ്. സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം അണികളെ ബോധ്യപ്പെടുത്താനാണ് ജില്ലാ കമ്മിറ്റിയുടെ ശ്രമം. MM മണിയുടെ ജനകീയത KK ജയചന്ദ്രന് ഇല്ലെന്നാണ് പൊതുവികാരം. ജയചന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ജില്ലയിലെ CPMനുള്ളിലും ചലനങ്ങൾ ഉണ്ടാക്കിയേക്കും. മീഡിയ 1 ഇടുക്കി. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, ഉടുമ്പൻചോലയെ സംബന്ധിച്ചിടത്തോളം UDFന് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ അപ്പുറത്ത് ഇത്തവണ MM മണി മത്സരിക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഒരു വിജയസാധ്യത പലരും കാണുന്നുണ്ട്. അതുകൊണ്ടാണോ ഈ തിക്കും തിരക്കും? തീർച്ചയായും ആ നിലയിൽ തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് ഈ 40,000-ഓളം ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ തവണയൊക്കെയും ഉടുമ്പൻചോലയിൽ MM മണിയുടെ വിജയം ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് MM മണി, മണിയാശാൻ എന്ന പേരിൽ വലിയ ജനകീയനായ ഒരു നേതാവായി കഴിഞ്ഞ 2 തവണ MLA ആയ ഘട്ടത്തിൽ മാറിക്കഴിഞ്ഞിരുന്നു. പ്രത്യേകിച്ച് വൈദ്യുതി മന്ത്രിയായിരുന്ന സമയത്തൊക്കെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വലിയ ജനകീയത നേടുകയും അദ്ദേഹത്തെ ഉടുമ്പൻചോലയിൽ തോൽപ്പിക്കാനാവുകയില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെ UDF ക്യാമ്പിനുള്ളിൽ രൂപപ്പെട്ട ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായാണ് MM മണിയെ സ്ഥാനാർത്ഥിയാക്കേണ്ടതില്ല എന്ന CPM സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനമുണ്ടാകുന്നതും KK ജയചന്ദ്രനെ ഉടുമ്പൻചോലയിൽ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തതോടുകൂടി ഒരു പുതിയ ഉണർവ്, പുതിയൊരു സമവാക്യങ്ങളുടെ രൂപപ്പെടൽ ഈ കോൺഗ്രസ് ക്യാമ്പിനുള്ളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ പരിഗണിക്കപ്പെട്ടിരുന്ന പേരുകൾ പലരും മണ്ഡലത്തിന് വേണ്ടി, സീറ്റിന് വേണ്ടി സജീവമായി രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ജില്ലയിൽ സന്ദർശനത്തിയപ്പോൾ ഒപ്പം എത്തിയ KC വേണുഗോപാലിന് ഇവരിൽ പലരും നേരിട്ടെത്തി ആശയവിനിമയം നടത്തുന്ന സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഉടുമ്പൻചോലയിൽ UDF സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന പേരുകൾ എടുത്ത് പരിശോധിച്ചാൽ ആദ്യത്തേത് സേനാപതി വേണുവാണ്. പിന്നീടുള്ളത് ഇബ്രാഹിംകുട്ടി കല്ലാർ, മറ്റ് അരുൺ KS, കൂടാതെ MN ഗോപി എന്നീ 4 പേരുകളാണ് നിലവിൽ സജീവമായി മണ്ഡലത്തിന് വേണ്ടിയിട്ട് പരിഗണിക്കപ്പെടുന്നത്. സാമുദായിക ഘടകങ്ങളടക്കം ആ മണ്ഡലത്തിൽ പ്രധാനപ്പെട്ടതാകും. സീറ്റ് നിർണയത്തിലേക്ക് വരുമ്പോൾ അരുൺ KS ആണെങ്കിൽ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാണ്. അപ്പോൾ ചെറുപ്പക്കാരന്റെ ഒരു സാന്നിധ്യം വേണം എന്നുള്ള അഭിപ്രായം കൂടി, പ്രത്യേകിച്ച് KK ജയചന്ദ്രനെ തോൽപ്പിക്കാൻ ഒരു യുവത്വത്തെ കൊണ്ടുവന്നാൽ അത് ഒരു ഗുണം ചെയ്യുമെന്നുള്ള വിലയിരുത്തൽ UDFനുള്ളിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അരുണിന് ഒരു സീറ്റ് വരാനുള്ള സാധ്യതയടക്കം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും വളരെ സജീവമായ ചർച്ചകൾ UDF ക്യാമ്പിനുള്ളിൽ രൂപപ്പെട്ടു വരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം MM മണിക്ക് പകരം KK ജയചന്ദ്രൻ വരുമ്പോൾ വിജയം കൂടുതൽ എളുപ്പമാകുമെന്ന വിലയിരുത്തലിലാണ് UDF ഉള്ളത്. അതേസമയം KK ജയചന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം LDF ക്യാമ്പിനുള്ളിൽ വലിയ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രവർത്തകർക്കടക്കം MM മണി തന്നെ സ്ഥാനാർത്ഥിയായി വരണം എന്നുള്ള ആഗ്രഹങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലടക്കം പരസ്യമായി പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത്തരം പ്രതികരണങ്ങളെല്ലാം നിശബ്ദമാക്കാനും കൂടാതെ ജനങ്ങൾക്ക് എന്തായാലും ഉടുമ്പൻചോലയിൽ പോരാട്ടം കനക്കുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇപ്പുറത്ത് MM മണി ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പുറത്ത് കോൺഗ്രസ് നേതാക്കളൊക്കെ തിക്കും തിരക്കും കൂട്ടുന്നുണ്ട് മത്സരിക്കാനായി, സീറ്റിനായി എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിലേക്കൊക്കെ ഒരു അന്തിമ തീരുമാനത്തിലെത്തിയാൽ മാത്രമേ മത്സരം ഇനി കടുത്തതാകുമോ എന്നുള്ളത് പ്രവചനീയമാകൂ.